ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്ന് നമ്മൾ EC ബാർ AE നെറ്റ്വർക്ക് തിയറി 2015 സ്കീമിൽ മോഡ്യൂൾ 6 റിമൈനിങ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ട്യൂൺഡ് കപ്പിൾഡ് സർക്യൂട്ട്സും അതുപോലെ റെസണൻസും. ഇപ്പം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ അപ്ലൈഡ് ഇലക്ട്രോണിക്സിന്റെ നെറ്റ്വർക്ക് തിയറിയിൽ മോഡ്യൂൾ 6 വരുന്ന ടോപ്പിക്സ് ആണിത്. അതുപോലെ അതിനകത്ത് വരുന്ന വേറൊരു ടോപ്പിക്കാണ് കപ്പിൾഡ് സർക്യൂട്ട്സ്. അപ്പോൾ ആ കപ്പിൾഡ് സർക്യൂട്ട്സിന്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് ടോപ്പിക്സ് ആണ്, ഒന്ന് ട്യൂൺഡ് കപ്പിൾഡ് സർക്യൂട്ട്സും സെക്കൻഡ് റെസണൻസും. ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ആ മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. അതുപോലെ മോഡ്യൂൾ 6 ആയതുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് 20 മാർക്സ് ആണ് അതിന് വെയിറ്റേജ് വരുന്നത്. മോഡ്യൂൾ 6 ആയതുകൊണ്ട് നോർമലി കുറച്ച് തിയറി പോർഷൻസ് കൊണ്ട് വരുന്ന ഒരു ഏരിയ ആണ് ഈ ട്യൂൺഡ് കപ്പിൾഡ് സർക്യൂട്ട്സും റെസണൻസ് ഏരിയയും വരുന്നത്. അതിൽ ട്യൂൺഡ് കപ്പിൾഡ് സർക്യൂട്ട്സ് 2 കാറ്റഗറിയിൽ വരും, സിംഗിൾ ട്യൂൺഡും ഡബിൾ ട്യൂൺഡും വരും. അതുപോലെ റെസണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് റെസണൻസും പാരലൽ റെസണൻസും വരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലെയും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഈ ചാനലിലെ എല്ലാ സർവീസസും അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നമുക്ക് ഫസ്റ്റ് ട്യൂൺഡ് കപ്പിൾഡ് സർക്യൂട്ട്സ് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം റെസണൻസ് പാർട്ടിൽ പോവാം. ഇപ്പോൾ ട്യൂൺഡ് കപ്പിൾഡ് സർക്യൂട്ട്സ് 2 കാറ്റഗറിയിൽ വരും, സിംഗിൾ ട്യൂൺഡ് ആൻഡ് ഡബിൾ ട്യൂൺഡ് സർക്യൂട്ട്സ്. ഇപ്പോൾ ഈ നോർമലി ഈ കപ്പിൾഡ് സർക്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എനർജി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോഴ്സും കാണും, ലോഡും കാണും. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ വരുന്ന രീതിയിൽ സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ഈ ട്യൂൺഡ് കപ്പിൾഡ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. എന്താണ്? ദ കപ്പിൾഡ് സർക്യൂട്ട്സ് ആർ മെയിൻലി യൂസ് ടു ട്രാൻസ്ഫർ എനർജി ഫ്രം സോഴ്സ് ടു ലോഡ്. ഓക്കെ, മാക്സിമം പവർ ട്രാൻസ്ഫർ വരുന്ന രീതിയിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രം സോഴ്സ് ടു ലോഡ്. അതിനാണ് നമ്മൾ ഈ ട്യൂൺഡ് കപ്പിൾഡ് സർക്യൂട്ട്സും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ മാക്സിമം പവർ ട്രാൻസ്ഫർ വരണമെന്നുണ്ടെങ്കിൽ അത് എന്തിൽ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെസൊണൻസ് കണ്ടീഷനിൽ വർക്ക് ചെയ്തെങ്കിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ഫ്രം സോഴ്സ് ടു ലോഡ് വരത്തുള്ളൂ. ഇൻ ഓർഡർ ടു ട്രാൻസ്ഫർ മാക്സിമം എനർജി ട്രാൻസ്ഫർ ഫ്രം സോഴ്സ് ടു ലോഡ് ദേ ഷുഡ് വർക്ക് അറ്റ് റെസൊണൻസ് കണ്ടീഷൻ. നമ്മൾ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഴ്സ് കാണും, ലോഡ് കാണും, അതിൽ നിന്ന് മാക്സിമം എനർജി ട്രാൻസ്ഫർ ആണ് നമ്മളുടെ എയിം. അപ്പോൾ അത് ഒക്കർ ചെയ്യണമെങ്കിൽ ദേ ഷുഡ് വർക്ക് അറ്റ് റെസൊണൻസ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്, റെസൊണൻസും ട്യൂൺഡ് കപ്പിൾഡ് സർക്യൂട്ട്സ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഈ കപ്പിൾഡ് സർക്യൂട്ട്സിൽ കോയിൽസ് ഉണ്ട്. കോയിൽസ് ആണെങ്കിൽ സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കോയിൽസിനാണ് വി കോൾഡ് ആസ് പ്രൈമറി കോയിൽസ് എന്ന് പറയുന്നത്. അതുപോലെ ലോഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് വി കോൾഡ് ആസ് സെക്കൻഡറി കോയിൽസ്. ഇപ്പോൾ കപ്പിൾഡ് സർക്യൂട്ട്സ് ആണ്. അപ്പം അതിന് പ്രൈമറിയും കാണും, അതുപോലെ സെക്കൻഡറിയും കാണും. അപ്പോൾ പ്രൈമറി എന്ന് വെച്ചാൽ എന്തെന്നാ പറഞ്ഞത്? കോയിൽസ് വിച്ച് ആർ കണക്റ്റഡ് ടു എന്തായിരിക്കും? സോഴ്സ് ആയിരിക്കും, ഇല്ലേ? സോഴ്സ് ടു ഡെസ്റ്റിനേഷനിലേ പോകുന്നത്. അപ്പോൾ പ്രൈമറി എന്ന് വെച്ചാൽ എന്തായിരിക്കും? കോയിൽസ് വിച്ച് ആർ കണക്റ്റഡ് ടു സോഴ്സ് വി കോൾഡ് ആസ് പ്രൈമറി കോയിൽസ്. അതുപോലെ സെക്കൻഡറി കോയിൽസ് എന്തായിരിക്കും? ദ കോയിൽസ് വിച്ച് ആർ കണക്റ്റഡ് ടു ലോഡ് വി കോൾഡ് ആസ് സെക്കൻഡറി കോയിൽസ്. അപ്പോൾ പ്രൈമറി കോയിൽസിൽ നിന്ന് സെക്കൻഡറി കോയിൽസിലേക്കാണ് നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അത് ഒക്കർ ചെയ്യുന്നത് റെസൊണൻസ് കണ്ടീഷനിൽ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ റെസൊണൻസ് കണ്ടീഷൻസിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പിൾഡ് കോയിൽസിലേക്ക് കപ്പാസിറ്റേഴ്സ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പം കപ്പാസിറ്റേഴ്സ് ഒന്നെങ്കിൽ പ്രൈമറി കോയിലിൽ ആഡ് ചെയ്യും, അല്ലെങ്കിൽ സെക്കൻഡറി കോയിലിൽ ആഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ റെസൊണൻസ് കണ്ടീഷൻ ഒക്കർ ചെയ്യാൻ വേണ്ടി. ഈ റെസൊണൻസ് കണ്ടീഷനിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കർ ചെയ്യത്തുള്ളൂ. അത് മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കർ ചെയ്യാൻ വേണ്ടി വി വിൽ ആഡ് കപ്പാസിറ്റേഴ്സ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി.
അങ്ങനെ കപ്പാസിറ്റേഴ്സ് ആഡ് ചെയ്തിട്ടായിരിക്കും റെസൊണൻസ് കണ്ടീഷനിൽ അത് വരുത്തുന്നത്, മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാതെ. ഒന്നെങ്കിൽ പ്രൈമറിയിലോ അല്ലെങ്കിൽ സെക്കൻഡറിയിലോ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ റെസൊണൻസ് കണ്ടീഷനിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും ഈ ട്യൂൺഡ് കപ്പിൾഡ് സർക്യൂട്ട്സിന്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ആസ് സിംഗിൾ ട്യൂൺഡ് coupled circuit, and second double tuned coupled circuit. ഇത്രയും പറഞ്ഞ് മനസ്സിലായി. ഒരു പ്രൈമറി കാണും, സെക്കൻഡറി കാണും, സോഴ്സുമായിട്ട് കണക്ട് ചെയ്തതാണ് പ്രൈമറി എന്ന് പറയുന്നത്. അതുപോലെ ലോഡുമായിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സെക്കൻഡറി എന്ന് പറയുന്നത്. ഇപ്പോൾ റെസൊണൻസ് കണ്ടീഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ വി വിൽ ആഡ് കപ്പാസിറ്റേഴ്സ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽ. അപ്പോൾ അതിൽ ഒരു കപ്പിൾഡ് സർക്യൂട്ട് വരയ്ക്കുകയാണ്. നമ്മളതിൻ്റെ പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഒരു കോയിൽ, പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ. ഇതിനകത്ത് റെസിസ്റ്റൻസ് കൂടെ കാണിച്ചിട്ടുണ്ട്. R1 ഉണ്ട്, അതുപോലെ L1 ഉണ്ട്, R2 L2 ഉണ്ട്. ഇവിടെ ഒരു RS ഉണ്ട്, സോഴ്സിൻ്റെ RS. ഇവിടെ ഇൻപുട്ട് VI. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സർക്യൂട്ട് വരുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ പ്രൈമറി എന്ന് പറയുന്നത്. ദിസ് ഈസ് സെക്കൻഡറി. പ്രൈമറിയിൽ നമ്മൾ സോഴ്സ് ആഡ് ചെയ്യും, ഇവിടെ ലോഡ് ആഡ് ചെയ്യും. അപ്പോൾ അതിന് മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ ദേ ഷുഡ് വർക്ക് അറ്റ് റെസൊണൻസ്. എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കപ്പാസിറ്റേഴ്സിനെ ആഡ് ചെയ്തിട്ടായിരിക്കും അത് റെസൊണൻസ് കണ്ടീഷനിൽ എത്തിക്കുന്നത്. അതിൽ ഈ സെക്കൻഡറി കോയിൽ ഉണ്ടല്ലോ, സെക്കൻഡറി കോയിലിൽ ഒരു കപ്പാസിറ്റർ ആഡ് ചെയ്യും. ഈ കപ്പാസിറ്റർ അങ്ങനെ ഈ സെക്കൻഡറി കോയിലിൽ മാത്രം നമ്മൾ കപ്പാസിറ്റർ ആഡ് ചെയ്തിട്ട് ട്യൂൺ ചെയ്യിക്കുന്നതിനാണ് സിംഗിൾ ട്യൂൺഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് സെക്കൻഡറി കോയിലിൽ നമ്മൾ കപ്പാസിറ്റർ ആഡ് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കപ്പാസിറ്റർ ആഡ് ചെയ്തിട്ടാണ് അതിനെന്തിലേക്ക് എത്തിക്കുന്നത്, റെസൊണൻസ് കണ്ടീഷനിൽ എത്തിക്കുന്നത്. അപ്പോൾ അതിൽ സെക്കൻഡറി കോയിലിൽ മാത്രം ഇപ്പോൾ ഒരു കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ സിംഗിൾ ട്യൂൺഡ് കപ്പിൾഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം വരയ്ക്കണം, എളുപ്പമാണ്. L1 വരയ്ക്കുക, L2 വരയ്ക്കുക. അതിനായിട്ട് ഇൻബിൽഡ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടെന്നാണ് R1 R2 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇത് VI, ദിസ് ഈസ് ദ സിംഗിൾ ട്യൂൺഡ് കപ്പാസിറ്റർ. ഇനി ഡബിൾ ട്യൂൺഡ്, ഇതുപോലെ പ്രൈമറി കോയിൽ കാണും അല്ലേ, പ്രൈമറി കോയിൽ കാണും, സെക്കൻഡറി കോയിൽ കാണും, ഇവിടെ ഒരു RS കാണും, VI ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ കേസിൽ ഇത് R1, R2, L1, L2. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ട്യൂൺഡാണ്. ഇപ്പോൾ എന്തായിരിക്കും വരുന്നത്, നമ്മൾ റെസൊണൻസിൽ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ ആ മാക്സിമം പവർ ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. സിംഗിൾ ട്യൂണിൽ ഒരു കപ്പാസിറ്റർ ഉള്ളൂ. അപ്പോൾ ഡബിൾ ട്യൂണിൽ എന്തായിരിക്കും, വെരി ഗുഡ്, ഡബിൾ ട്യൂണിൽ 2 കപ്പാസിറ്റേഴ്സ് ആണ്. ഒരു കപ്പാസിറ്റർ എന്ന് വെച്ചാൽ നമ്മളുടെ സെക്കൻഡറിയിൽ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, നേരത്തെ പോലെ സെക്കൻഡറിയിൽ ഒരു കപ്പാസിറ്റർ C2 ആഡ് ചെയ്യും. അതുപോലെ ഒരു എക്സ്ട്രാ എന്ത് ചെയ്യും, നമ്മൾ പ്രൈമറിയിലും കൂടെ ആഡ് ചെയ്യും. പ്രൈമറിയിലും കൂടെ ഒരു കപ്പാസിറ്റർ C1 നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ഇതാണ് സിംഗിൾ ട്യൂൺഡ് സർക്യൂട്ടും ഡബിൾ ട്യൂൺഡ് സർക്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സിംഗിൾ ട്യൂൺഡ് സർക്യൂട്ടിൽ സെക്കൻഡറിയിൽ മാത്രമേ കപ്പാസിറ്റർ കാണത്തുള്ളൂ. ഡബിൾ ട്യൂണിലാണെങ്കിൽ പ്രൈമറിയിലും കാണും, സെക്കൻഡറിയിലും കാണും. ഓക്കെ, അതുപോലെ ഇതിപ്പോൾ കപ്പിൾഡ് സർക്യൂട്ട് ആകുമ്പോഴത്തേക്ക് ആ മ്യൂച്വൽ ഇൻഡക്ഷനും കൂടെ മാർക്ക് ചെയ്യണം. പിന്നെ അത് എൻട്രിങ്ങിൽ എണ്ണം കാണിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു മ്യൂച്വൽ ഇൻഡക്ടൻസും കൂടെ കാണിക്കണം. ഓക്കെ, M. ഇതിൻ്റെ കേസിലും എന്തുവരും, മ്യൂച്വൽ ഇൻഡക്ടൻസും കൂടെ വരും. അതും കൂടെ ഒന്ന് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് രണ്ടിൻ്റെയും ഫിഗറിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ ഒരു 4 മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ എക്സ്പ്ലനേഷൻ എഴുതുക. ഓക്കെ, ഈ എക്സ്പ്ലനേഷൻ എഴുതുക. അതിനുശേഷം കപ്പാസിറ്റർ വെച്ചിട്ടാണ് അത് ട്യൂൺ ചെയ്യുന്നത് മാക്സിമം പവർ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ സെക്കൻഡറിയിൽ മാത്രം ഒരു കപ്പാസിറ്റർ ആഡ് ചെയ്ത് ട്യൂൺ ചെയ്യുന്നതിനാണ് വി കോൾഡ് സിംഗിൾ ട്യൂൺഡ്. അതുപോലെ പ്രൈമറിയിലും സെക്കൻഡറിയിലും കപ്പാസിറ്റർ 2 കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നതാണ് ഡബിൾ ട്യൂൺഡ് കപ്പാസിറ്റർ. അതിൻ്റെ ഒരു ഫിഗർ ഉണ്ട്, അതും കൂടെ അങ്ങ് വരച്ചിരിക്കണം. സിംഗിൾ ട്യൂൺഡും എൻ്റെ ഒരു ഫിഗറുകളുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ഇതിനകത്ത് നമ്മൾ ഒമേഗ വേഴ്സസ് ആംപ്ലിറ്റ്യൂഡ് ഫാക്ടറാണ്. ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ അതിൻ്റെ ഫിഗർ ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ദിസ് ഈസ് കേസ് ഓഫ് ഡബിൾ ട്യൂൺഡ്. അപ്പോൾ അവിടെ ഒമേഗ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടറാണ്. ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ
അത് ഡിഫറെൻറ്റ് കെ വാല്യൂസ് വെച്ചിട്ടാണ് K1 ഗ്രേറ്റർ ദാൻ K2 ഗ്രേറ്റർ ദാൻ K3 വെച്ചിട്ടാണ് ഓക്കെ ഈ ഡയഗ്രാം വരുന്നത്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് ഫുൾ മാർക്സ് കിട്ടും. ഇതിൻ്റെ ഒരു കമ്പാരിസൺ ചോദിക്കുകയാണെങ്കിൽ സിംഗിൾ ടൂൺ ഡബിൾ ടൂണിൻ്റെ കേസിൽ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഈ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കണ്ടീഷൻസ് എഴുതി വെക്കുക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റെസൊണൻസ്. റെസൊണൻസ് നമ്മൾ നേരത്തെ ഇതൊക്കെ കേട്ടുള്ള ടേമാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റെസൊണൻസ് രണ്ട് കാറ്റഗറിയിൽ വരും. RLC സീരീസ് റെസൊണൻസ് ഉണ്ട്, അതുപോലെ RLC പാരലൽ റെസൊണൻസ് ഉണ്ട്. ഓക്കെ, രണ്ട് ടൈപ്പ് റെസൊണൻസ് ഉണ്ട്, RLC സീരീസും RLC പാരലൽ. നമ്മൾ ആദ്യമേ RLC സീരീസ് ആയിരിക്കും പറയുന്നത്, RLC സീരീസ് റെസൊണൻസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, ഒരു RLC സീരീസ് സർക്യൂട്ട് കൺസിഡർ ചെയ്യും. നമുക്കറിയാം RLC സീരീസ് സർക്യൂട്ട് ഒരു R കാണും, ദെൻ ഒരു L കാണും, ദെൻ ഒരു C കാണും. ഓക്കെ, ഒരു വോൾട്ടേജ് സോഴ്സ് കാണും. ദിസ് ഈസ് RLC സീരീസ് സർക്യൂട്ട്, R L C. ഓക്കെ, അപ്പം RLC സീരീസ് സർക്യൂട്ടിനകത്ത് കാണും ദ ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റീവ് ടേംസ് കാണും. അപ്പം അതിൽ നമുക്കറിയാം ഇൻഡക്റ്റൻസ് വരുമ്പോഴത്തേക്ക് J ടേമും മറ്റേത് വരുമ്പോഴത്തേക്ക് മൈനസ് വരുന്നു അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം കപ്പാസിറ്റർ ആണെങ്കിൽ എന്ത് വരും, അതിനകത്തൊരു -J ടേം വരും, അതുപോലെ ഇൻഡക്റ്റൻസ് വരുമ്പോഴത്തേക്ക് J ടേം വരും. ഓക്കെ, അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈൻ ആണ്. ഓക്കെ, അപ്പം കപ്പാസിറ്റൻസും ഇവിടെ ഇൻഡക്റ്റൻസും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിയാക്റ്റൻസ് വരുമ്പോഴത്തേക്ക് അത് ഓപ്പോസിറ്റ് സൈനാണ് വരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ അതിൻ്റെ കേസിൽ അത് ക്യാൻസൽ ചെയ്ത് പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ട് വന്നെന്ന് വരും. അപ്പോൾ ആ കണ്ടീഷനെയാണ് വി കോൾഡ് ആസ് റെസൊണൻസ്. ഓക്കെ, അപ്പോൾ അതായത് ഇതിനകത്ത് സീരീസ് സർക്യൂട്ടാണ്, RLCയുടെ സീരീസാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ഇതിൻ്റെ രണ്ടിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ സൈൻസ് ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ ചില കേസിൽ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇത് പ്യൂർലി എന്ത് മാത്രമാവും, ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് ആവും. അപ്പോൾ അതിനെയാണ് നമ്മൾ സീരീസ് റെസൊണൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ ആൻ RLC സീരീസ് സർക്യൂട്ട് the inductive and capacitive reactants are opposite in signs. Okay, so when the reactance is varied, there is a possibility that the inductive reactants may cancel with the capacitive reactants, and this results in thus the circuit results as a purely resistive circuit. This condition of RLC circuit is called as resonance. Definition മനസ്സിലായോ? ഇതിനകത്ത് RLC ഉണ്ട്. ഇതിൽ എല്ലിൻ്റെയും സിൻ്റെയും സൈൻസും ഓപ്പോസിറ്റ് ആണ്. അപ്പം നമ്മൾ ഈ റിയാക്റ്റൻസ് വേരി ചെയ്യിക്കുമ്പോഴത്തേക്ക് ചില കേസിൽ എന്ത് ചെയ്യാം, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകാം, ഈക്വൽ ആയിട്ട് വരാം. പൂർണ്ണത്തിൻ്റെ -2Jയും മറ്റേത് +2Jയും വരാം. ഓക്കെ, അപ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പോൾ സപ്പോസ് ഇതിൻ്റെ റെസിസ്റ്റൻസ് 2 ആണെങ്കിൽ ഇത് എന്തായിട്ട് ബിഹേവ് ചെയ്യും, ഒരു ഈ പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യും. ആ കണ്ടീഷനെയാണ് നമ്മൾ സീരീസ് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. The resonance may be defined as the circuit condition at which the circuit behaves as purely resistive circuit. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ സീരീസ് റെസൊണൻസ് കണ്ടീഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇത്ര എഴുതിയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ശേഷം നമുക്ക് ഇതിൻ്റെ ഇത് എഴുതാം, ഇതിൻ്റെ ഇമ്പിഡൻസ് എഴുതാം. ദറ്റ് ഈസ് Z ഈക്വൽ ടു എന്ത് വരും, R പ്ലസ് Lൻ്റെത് നമുക്ക് JωL എന്ന് എഴുതാം. അതുപോലെ സിയുടെ നമുക്ക് -J1/C ω എന്ന് എഴുതാം. ഓക്കെ, ഒമേഗയുടെ ടേംസിൽ എഴുതുന്നേ ഉള്ളൂ. നമ്മൾ ഒമേഗയുടെ ടേംസിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്തു. അതിൽ ഞാൻ J കോമൺ എടുക്കുകയാണ്. J കോമൺ എടുക്കുമ്പോഴത്തേക്ക് R പ്ലസ് J ഇൻറ്റു ωL മൈനസ് 1/ωC എന്ന് വരും. ഓക്കെ, 1/ωC എന്ന് വരും. ഇത് Z ആണ്. ഇത് നമുക്ക് X+JY ഫോമിലല്ലേ, ഇത് റിയൽ ടേം, ഇത് ജെയുടെ വരുന്നത് ഇമാജിനറി ടേം. ഓക്കെ, അപ്പം Z ഈസ് ഈക്വൽ ടു X+JY ടേം ആണ്, വേർ X ഈസ് റെസിസ്റ്റൻസ് ആൻഡ് Y ഈസ് ωL മൈനസ് 1/ωC. ഓക്കെ, ഇതിനെ നമുക്ക് ഇങ്ങനത്തുള്ള ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, M ആംഗിൾ ഫൈൽ എഴുതാം അല്ലെ. നമുക്കറിയാം ഇത് റെക്ടാങ്കുലർ ഫോമാണ്, അതിന് നമുക്ക് പോളാർ ഫോമിൽ M ആംഗിൾ ഫൈൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് എഴുതാൻ പറ്റും, M എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ Z ആണ്. അപ്പോൾ ഇതിന് നമുക്ക് Z ആംഗിൾ ഫൈ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് കറണ്ട് എടുക്കാം. കറണ്ട് ഈക്വൽ ടു നമുക്കറിയാം I ഈക്വൽ ടു V/R ആണ്. ഇവിടെ R എന്ന് വെച്ചാൽ ഇമ്പിഡൻസ് Z ആണ്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ Z എന്താ കിട്ടിയത്, Z ആംഗിൾ ഫൈ എന്ന് കിട്ടി. സോ V/Z
ആംഗിൾ ഈ 5 മേളിൽ പോകുമ്പോഴത്തേക്കും -5 ആവും. ഇതിന് ഈ V/Z നമുക്ക് എന്തെഴുതാം, I എന്ന് എഴുതാം. സോ I ആംഗിൾ -5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഐയുടെ എക്സ്പ്രഷൻ I ആംഗിൾ -5 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ എഴുതുകയാണ്. സീരീസ് ആകുമ്പോൾ സമ്മായിട്ട് വന്ന് അപ്പോൾ അതിന് എസിന് JW കൊടുത്ത് ഇതുപോലെ എഴുതി അതിൽ നമ്മൾ കോമൺ എടുത്ത് അപ്പം x+jy ടേം വന്ന് അത് നമുക്ക് M ആംഗിൾ 5 എഴുതാം. അപ്പോൾ I ഈക്വൽ ടു V/Z. V/Z എന്ന് വെച്ചാൽ നമ്മളിവിടെ കണ്ടുപിടിച്ച് Z ആംഗിൾ 5 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് V/Z I കൊടുത്തു. ഈ മൈനസ് Z ആംഗിൾ 5 ഡിനോമിനേറ്റർ വരുന്നത് ന്യൂമറേറ്റർ പോകുമ്പോഴത്തേക്കും -5 ആവും. ഇതിനകത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ when the frequency of source is varied by maintaining the voltage of source at constant, the resonance may occur at a particular frequency. ഓക്കെ, അപ്പോൾ അതായത് ഇതിൻ്റെ കേസിൽ നമ്മൾ സോഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇതിൻ്റെ കേസിൽ സോഴ്സ് ഉണ്ട്. സോഴ്സിൻ്റെ ആണെങ്കിൽ by maintaining the voltage of the source as constant, the resonance may occur at ഒരു particular ഫ്രീക്വൻസിയിലായിരിക്കും റെസൊണൻസ് occur ചെയ്യുന്നത്. നമ്മളുടെ ഫ്രീക്വൻസി ഓഫ് ദ സോഴ്സ് ഈസ് വേരിഡ് by maintaining the voltage of the source as constant, the resonance may occur at a particular frequency. ആ ഫ്രീക്വൻസിക്കാണ് we call it as resonance frequency എന്ന് പറയുന്നത്. ഒമേഗ എന്ന് പറയാം നമ്മുടെ 2πf എന്നറിയാം. ഓക്കെ, ഒമേഗ ഈക്വൽ ടു 2πf ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഒമേഗ r ഈക്വൽ ടു 2πfr എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ FR നെയാണ് we call it as resonance frequency എന്ന് പറയുന്നത്. റെസൊണൻസ് ഫ്രീക്വൻസി. ഇതിൽ ഒമേഗ r എന്ന് പറയുന്നത് റെസൊണൻറ്റ് ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ഒമേഗ r മീൻസ് റെസൊണൻസ് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. അതിൻ്റെ റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഒമേഗ r മീൻസ് നമ്മൾ അറിയാം 2πf എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആംഗുലാർ ആണ്. ആംഗുലാർ ഇത് അപ്പോൾ 2πfr ആണ് നമ്മളുടെ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ റെസൊണൻസ് കണ്ടീഷനിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, അറ്റ് റെസൊണൻസ് കണ്ടീഷൻ യു ക്യാൻ റൈറ്റ് XL ഈക്വൽ ടു XC ആണ്. ഓക്കെ, രണ്ട് കണ്ടീഷൻ വരുന്ന കേസിലാണ് റെസൊണൻസ് occur ചെയ്യുന്നത്. XL ഈക്വൽ ടു XC. ഇതിൽ XLന്റെ വാല്യൂ നമുക്കറിയാം ഒമേഗ RL ആണ്. അതുപോലെ XCയുടേത് 1/ωRC ആണ്. ഓക്കെ, ഇതിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, ωr² ഈക്വൽ ടു 1/LC എന്ന് കിട്ടും അല്ലേ. ഒമേഗ ഇപ്പുറത്ത് മൾട്ടിപ്ലൈ ωr² ഈക്വൽ ടു 1/LC എന്ന് കിട്ടും. അതിൽ നിന്ന് ωr ഈക്വൽ ടു √LC എന്ന് കിട്ടും അല്ലേ. ഫ്രം ദിസ് ωr ഈക്വൽ ടു 1/√LC എന്ന് കിട്ടും. ωr ഈക്വൽ ടു 1/√LC എന്ന് കിട്ടും. ഓക്കെ, ഇതിപ്പോൾ ωr ആണ്. നമുക്ക് വേണ്ടത് FR ആണ്, ഫ്രീക്വൻസി ആണ്. FR ഈക്വൽ ടു ωr/2π ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ നിന്ന് FR ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് FR ഈക്വൽ ടു ωr/2π ആണ്. ഓക്കെ, ωr/2π. ഇവിടെ നമ്മൾ ωr ഫൈൻഡ് ഔട്ട് ചെയ്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ FR ഈക്വൽ ടു എന്ത് വരും പറഞ്ഞേ, 1/2π√LC. ഈ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീരീസ് റെസൊണൻസ് കണ്ടീഷനിൽ ഫ്രീക്വൻസി ഓഫ് റെസൊണൻസ് ആണ് 1/2π√LC. ഇത് നോർമലി ചോദിക്കാറുള്ളതാണ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സീരീസ് റെസൊണൻസ് എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്തു, കണ്ടീഷൻസ് ഇതാണ് മെയിൻ കണ്ടീഷൻ. സീരീസ് റെസൊണൻസ് കണ്ടീഷൻ XL ഈക്വൽ ടു XC. XLന്റെ വാല്യൂ ωRL കൊടുത്തു. XCയുടേത് 1/ωRC കൊടുത്തു. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ωr² കിട്ടി. ദാറ്റ് ഈസ് 1/LC കിട്ടി. അതിൽ നിന്ന് ωr എന്ന് വെച്ചാൽ 1/√LC കിട്ടി. നമുക്ക് ωr-ഉം 2πfr-ൻ്റെയും എക്സ്പ്രഷൻ അറിയാം. ωr is equal to 2πfr ആണ്. ωr FR തമ്മിലുള്ളത്. അതിൽ നമുക്ക് വേണ്ട റെസൊണൻസ് ഫ്രീക്വൻസിയാണ്. ഇത് ആംഗുലാർ ഫ്രീക്വൻസിയാണ്. സോ FR ഈക്വൽ ടു ωr/2π. ഈ ωr-ൻ്റെ വാല്യൂ നമ്മൾ 1/√LC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസൊണൻസ് ഫ്രീക്വൻസി FR ഈക്വൽ ടു 1/2π√LC. ഓക്കെ, അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. ഇതുപോലൊരു സീരീസ് RLC സർക്യൂട്ട് തരും. R, L, C വാല്യൂസ് തരും. ഒരു വോൾട്ടേജ് VS. ഓക്കെ, ഇങ്ങനെ തരും, വാല്യൂസ് തരും. അപ്പം അതിനകത്ത് റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത് 10 ഓം, ഇൻഡക്റ്റൻസ് 0.5 മില്ലി ഹെൻറി, കപ്പാസിറ്റൻസ് 10 മ്യൂ ഫാരഡ്. ഓക്കെ, അത് ഡിറ്റർമിൻ ദ റെസൊണൻസ് ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഈ സർക്യൂട്ടിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇതെന്താണ്, സീരീസ് RLC ആണ് അല്ലേ. സീരീസ് RLC സർക്യൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇതെന്ന് വെച്ചാൽ FR ഈക്വൽ ടു 1/2π√LC ആണ്. ഇതിൻ്റെ കേസിൽ Lൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, Cൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. 1/2π
എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ 0.5 മില്ലി ഹെൻറി ആണ്. അതുപോലെ കപ്പാസിറ്റൻസ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 10 മ്യൂ ഫാരഡ് ആണ്. എൽ എഴുതാം. എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 ഇൻറ്റു മില്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻³ ആണ്. ഇൻറ്റു സിയുടെ വാല്യൂ 10 ഇൻറ്റു ഇതാണ് സിയുടെ വാല്യൂ മ്യൂ ആണ്. എന്ന് വെച്ചാൽ 10⁻⁻6 ആണ്. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ദറ്റ് ഈസ് ഈക്വൽ ടു 2.25 കിലോ ഹെർട്സ് എന്ന് കിട്ടും. യൂണിറ്റ് ഒക്കെ എഴുതണം, മറന്നു പോകരുത്. യൂണിറ്റിനൊക്കെ ഒരു മാർക്കൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ റെസൊണൻസ് ഫ്രീക്വൻസി 2.25 കിലോ ഹെർട്സ് ആണ്. ഇങ്ങനത്തുള്ള ചോദിക്കാറുള്ളതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സീരീസ് RLC സർക്യൂട്ട് വരും, അതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടി. കാരണം റെസൊണൻസ് ഫ്രീക്വൻസി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ട്യൂൺഡ് സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് റെസൊണൻസ് കണ്ടീഷനിലാണ്. അപ്പോൾ ആ റെസൊണൻസ് ഫ്രീക്വൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ FR = 1/2π√LC ആണ്. എല്ലും സിയും തരും. അപ്പോൾ ഈ എക്സ്പ്രഷൻ എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എൻ്റെ യൂണിറ്റ് എഴുതുക. ഓക്കെ, ഇതാണ് സീരീസ് എന്തെന്ന് പറയുന്നത്, സീരീസ് RLC സർക്യൂട്ട് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ സീരീസ് RLC സർക്യൂട്ട്. നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് പറയുന്നത് പാരലൽ റെസൊണൻസ് എന്ന് പറയും. ഓക്കെ, സെക്കൻഡ് വൺ പാരലൽ റെസൊണൻസ്. അപ്പോൾ അതെന്തായിരിക്കും, നമ്മളിവിടെ സീരീസിന് പകരം എന്തായിട്ട് വരും, പാരലായിട്ട് വരും. ഇത് എന്തായിട്ട് RLC പാരലായിട്ട് വരും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. പാരലൽ സർക്യൂട്ട് RLC സർക്യൂട്ട് പാരലായിട്ട് വരും. ഓക്കെ, വോൾട്ടേജ് സോഴ്സ്. ദിസ് ഈസ് R, ദിസ് ഈസ് L, ദിസ് ഈസ് C. ദിസ് ഈസ് പാരലൽ റെസൊണൻസ് സർക്യൂട്ട്. ഇതിൻ്റെ കേസിൽ ദ റെസൊണൻസ് കണ്ടീഷൻസ് ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ പാരലൽ സർക്യൂട്ട് ബൈ വേരിയിങ് ഫ്രീക്വൻസി ഓഫ് എക്സൈറ്റിംഗ് സോഴ്സ്. ഓക്കെ, ഇതിൻ്റെ കേസിലും ഈ ഫ്രീക്വൻസി ഓഫ് എക്സൈറ്റിംഗ് സോഴ്സ് വേരി ചെയ്തിട്ടായിരിക്കും നമ്മൾ റെസൊണൻസ് കണ്ടീഷന് അച്ചീവ് ചെയ്യുന്നത്. ഇൻ പാരലൽ RLC സർക്യൂട്ട് the circuit will behave as purely resistive circuit at resonance, but the current supplied by the source is minimum in resonance condition. ഓക്കെ, അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കേസിലും മറ്റേതുപോലെ തന്നെ വരുന്നത് പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ട് വരും. പക്ഷേ ഇതിനകത്തുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദ കറണ്ട് സപ്ലൈഡ് ബൈ ദ സോഴ്സ് ഈസ് മിനിമം ആയിരിക്കും. ഇപ്പോൾ പാരലൽ ആയതുകൊണ്ട് ഇതിൻ്റെ കേസിൽ കറണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് സപ്ലൈഡ് ബൈ ദ സോഴ്സ് ഈസ് മിനിമം ഇൻ പാരലൽ റെസൊണൻസ്. മിനിമം ആയിരിക്കും പാരലൽ റെസൊണൻസ്. അതുകൊണ്ട് ഇതിനെ ആൻറ്റി റെസൊണൻസ് എന്നും പറയും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ RLC പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും എന്താ ചെയ്യുന്നത്, കണ്ടീഷൻ ഈസ് അച്ചീവ്ഡ് ഇൻ പാരലൽ സർക്യൂട്ട് ബൈ വേരിയിങ് ദ ഫ്രീക്വൻസി ഓഫ് എക്സൈറ്റിംഗ് സോഴ്സ്. ഇതിന്റെ ഫ്രീക്വൻസി വേരി ചെയ്യിച്ചിട്ടാണ് പാരലൽ റെസൊണൻസിൽ RLC നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം അതിന്റെ കേസിലും ഈ സോഴ്സിന്റെ ഫ്രീക്വൻസി വേരി ചെയ്യിച്ചിട്ടാണ് നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പം പാരലൽ കേസ് ആയതുകൊണ്ട് ഈ കറണ്ട് സപ്ലൈഡ് ടു ദ സോഴ്സും മിനിമം ആവുന്ന കേസിലാണ് അത് റെസൊണൻസ് ഒക്കർ ചെയ്യുന്നത്. സോ ദിസ് പാരലൽ റെസൊണൻസ് ഈസ് ഓൾസോ കോൾഡ് ആസ് ആന്റി റെസൊണൻസ്. ഇപ്പോൾ 5 മാർക്സിനൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ 3 മാർക്സിനൊക്കെ ചോദിക്കും വാട്ട് യു മീൻ ബൈ ആന്റി റെസൊണൻസ്. അപ്പം ഇത് പാരലൽ സർക്യൂട്ട്സ് ആണെന്ന് പറയണം. അതുപോലെ അതിന്റെ കേസിൽ ഈ സോഴ്സ് വേരി ചെയ്യിച്ചാണ് റെസൊണൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം കറണ്ട് മിനിമം ആവുന്ന കേസിലാണ് എന്ത് വരുന്നത്, റെസൊണൻസ് ഒക്കർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ആന്റി റെസൊണൻസ് എന്ന് പറയും. അതിന്റെ കേസിൽ ഈ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാരലൽ സർക്യൂട്ട് ആയതുകൊണ്ട് ഇതിന്റെ അഡ്മിറ്റൻസിന്റെ ടേംസിലായിരിക്കും നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. അഡ്മിറ്റൻസ് ഓക്കെ, എപ്പോഴും പാരലൽ വരുമ്പോൾ നമ്മൾ Y പാരാമീറ്റർ ഒക്കെ എടുത്തില്ല, അതുപോലെ അഡ്മിറ്റൻസിന്റെ ടേമിലായിരിക്കും നമ്മൾ ഇതിന്റെ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അഡ്മിറ്റൻസ് എങ്ങനെയാണ് വരുന്നത്, ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് എന്താണ് ഓപ്പോസിറ്റ് സൈനിലാണ് വരുന്നത്. ആൻഡ് ദേ ആർ ഫങ്ഷൻസ് ഓഫ് ഫ്രീക്വൻസി ആണ് ഇല്ലേ. അഡ്മിറ്റൻസ് എടുത്താലും ഈ ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് റിയാക്ടൻസിന് വരെ നമ്മൾ അതിന് വരെ എന്ത് പറയും, അതിന്റെ റെസിപ്രോക്കല് സസെപ്റ്റൻസ് എന്ന് പറയും ഇല്ലേ. സസെപ്റ്റൻസ് കേട്ടിട്ടില്ലേ? സസെപ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ടൻസിന്റെ ഓപ്പോസിറ്റ് ആണ് സസെപ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അഡ്മിറ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കേസിൽ റിയാക്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സസെപ്റ്റൻസ് ആവും. അതും എന്താണ്, ഇൻഡക്ടൻസിന്റെയും കപ്പാസിറ്ററിന്റെയും കേസിൽ ഓപ്പോസിറ്റ് സൈൻ ആണ്. അത് തമ്മിൽ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും.
Okay. In the case, there is a possibility of cancelling the capacitive susceptance and inductive susceptance at a particular frequency. Therefore, the total susceptance is 0 and the coil will behave as a purely resistive circuit. Okay. And just parallel ഇത് വരയ്ക്കുക. അതിന് റിയാക്റ്റൻസിന് വരെ ഇവിടെ സസെപ്റ്റൻസ് വരുന്നേ ഉള്ളൂ. സസെപ്റ്റൻസ് വരും. ഇതിൻ്റെ കേസിലും സസെപ്റ്റൻസ് ഇൻഡക്റ്റീവ് കപ്പാസിറ്ററിയും ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഇതിൻ്റെ കേസിലും ഇൻഡക്റ്റീവ് സസെപ്റ്റൻസും കപ്പാസിറ്റീവ് സസെപ്റ്റൻസും ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആ കണ്ടീഷനെയാണ് നമ്മൾ പാരലൽ റെസൊണൻസ് എന്ന് പറയുന്നത്. അത് കറണ്ട് മിനിമം ആവുന്ന കേസിലായതുകൊണ്ട് തന്നെ ആൻറ്റി റെസൊണൻസ് കൂടെ പറയും. കൂടുതൽ ഒരു കാര്യം കൂടെ എഴുതേണ്ടതാണ്. ഇപ്പോൾ ഈ പാരലൽ റെസൊണൻസിന് നമ്മൾ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടാങ്ക് സർക്യൂട്ട് എന്ന് പറയും. ഈ പാരലൽ റെസൊണൻസിന് we will also call it as tank circuit. Okay, that's important. The parallel circuit is generally called as tank circuit because the circuit stores energy in the magnetic field of the coil and in the electric field of the capacitor. In the case, ഒരു സ്റ്റോറേജ് ആയിട്ട് അത് ആക്ട് ചെയ്യും. ടാങ്ക് സർക്യൂട്ട് മീൻസ് സ്റ്റോറേജ് ആണ്. The stored energy is transferred back and forth between the capacitor and the coil and vice versa. The circuit is said to be in resonance condition when the resistance part of the admittance is 0. That's the condition. The circuit is said to be resonance condition when the resistance part of the admittance is 0. Okay, അതിനകത്ത് ഈ J term വരാതെ വരും. പ്യൂർലി R ആയിട്ട് വരും. അപ്പോൾ അതാണ് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിനെ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള കപ്പാസിറ്റർ എനർജിയെ സ്റ്റോർ ചെയ്യും. ഓക്കെ, എനർജിയെ സ്റ്റോർ ചെയ്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്ഫേർഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ബിറ്റ്വീൻ ദ കപ്പാസിറ്റർ ആൻഡ് ദ കോയിൽ. അപ്പോൾ ആ എനർജിയെ സ്റ്റോർ ചെയ്തിട്ട് ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ബിറ്റ്വീൻ ദ കപ്പാസിറ്റർ ആൻഡ് ദ കോയിൽ ആൻഡ് വൈസ് വേഴ്സ. അതുകൊണ്ടാണ് ഇതിനെ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇത്രയാണ് ഇതിനകത്ത് വരുന്ന മോഡ്യൂൾ 6 വരുന്ന റിമൈനിങ് ടോപ്പിക്സ്. മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഇപ്പം മോഡ്യൂൾ 6 EC അതുപോലെ AE നെറ്റ്വർക്ക് തിയറിയിൽ വരുന്നത് കപ്പിൾഡ് സർക്യൂട്ടും പിന്നെ ട്യൂൺഡ് കപ്പിൾഡ് സർക്യൂട്ട് റെസൊണൻസ് ആണ് മെയിനായിട്ടുള്ള ടോപ്പിക്സ്. 20 മാർക്സ് ആണ് ആ മോഡ്യൂളിൻ്റെ വെയിറ്റേജ് വരുന്നത്. അപ്പം അതിൽ ട്യൂൺഡ് കപ്പിൾഡ് സർക്യൂട്ട്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അപ്പം അതിനകത്ത് ഒരു പ്രൈമറി കാണും, സെക്കൻഡറി കാണും. പ്രൈമറി എന്ന് പറഞ്ഞാൽ സോഴ്സ് കണക്ട് ചെയ്യുന്നത്, സെക്കൻഡറി എന്ന് വെച്ചാൽ ലോഡ് കണക്ട് ചെയ്യുന്നത്. അപ്പം മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ അത് റെസൊണൻസ് കണ്ടീഷനിലായിരിക്കും അത് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ട് രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാം. സിംഗിൾ ട്യൂൺഡ് കപ്പിൾഡ് സർക്യൂട്ട്, ഡബിൾ ട്യൂൺഡ് കപ്പിൾഡ് സർക്യൂട്ട്. സിംഗിൾ ട്യൂണിൻ്റെ കേസിൽ ഒരു കപ്പാസിറ്ററായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് വരയ്ക്കുക, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മാർക്ക് ചെയ്യുക, രണ്ട് കോയില്. ഓക്കെ, അതുപോലെ ഡബിൾ ട്യൂൺ ആകുമ്പോഴത്തേക്കും റെസൊണൻസ് അച്ചീവ് ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് 2 കപ്പാസിറ്റേഴ്സ് ആണ്. ഒന്ന് പ്രൈമറിയിൽ വെക്കും, ഒന്ന് സെക്കൻഡറിയിൽ വെക്കും. അതുപോലെ ഈ ഫിഗർ ഒന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റെസൊണൻസ് കണ്ടീഷൻ ആണ്. സീരീസ് റെസൊണൻസ് ഉണ്ട്, പാരലൽ റെസൊണൻസ് ഉണ്ട്. അപ്പോൾ സീരീസ് റെസൊണൻസിന്റെ RLC മാർക്ക് ചെയ്യുക, അതിന്റെ എക്സ്പ്രഷൻ എഴുതുക. അതിൽ നിന്ന് നമുക്ക് x+jy ടേം എഴുതാൻ പറ്റും. അപ്പോൾ അത് Z∠φ എന്ന് എഴുതാം. അപ്പോൾ I ആണ് നമ്മൾ എക്സ്പ്രഷൻ. I = V/Z ആണ്. V/Z∠φ കൊടുത്തു. V/Z∠−φ എന്ന് എഴുതാൻ പറ്റും. ഐയുടെ എക്സ്പ്രഷൻ I∠−φ എന്ന് കിട്ടും. ഇനി ഇതിനകത്ത് ആംഗുലർ ഫ്രീക്വൻസിയും നമ്മളുടെ റെസൊണൻസ് ഫ്രീക്വൻസി നമ്മളുടെ എക്സ്പ്രഷൻ ഉണ്ട്. ωr = 2πfr എന്നുള്ളതുണ്ട്. റെസൊണൻസ് കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. XL = XC ആണ്. റിയാക്ടൻസ് ഈക്വൽ ആവുന്ന കേസിൽ. മറ്റേത് സസെപ്റ്റൻസ് ഈക്വൽ ആവുന്ന കേസിൽ. ഇവിടെ ωRL = ω1/ωRC എന്ന് എഴുതാം. അതിൽ നിന്ന് ωറിന്റെ വാല്യൂ 1/√LC എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് FR ആണ്. ωr/2π എടുക്കും. ωറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിന്റെ വാല്യൂ 1/2π√LC എന്ന് കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസൊണൻസ് ഫ്രീക്വൻസി 1/2π√LC. ഇതുപോലത്തെ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റും. ഈ യൂണിറ്റ് എഴുതാൻ മറക്കില്ല. സെക്കൻഡ് പാരലൽ റെസൊണൻസ് ആണ്. അത് അതിനകത്ത് ഓർക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് പാരലായിട്ട് വരും. സെക്കൻഡ് കറണ്ട് സപ്ലൈഡ് മിനിമം ആവുന്ന കേസിലാണ് റെസൊണൻസ് ഒക്കർ ചെയ്യുന്നത്. സോ ആൻറ്റി റെസൊണൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇവിടെ അഡ്മിറ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പം റിയാക്റ്റൻസ് സസെപ്റ്റൻസ് ആയിട്ട് മാറും. സസെപ്റ്റൻസ് ക്യാൻസൽ ആവുന്ന കേസിൽ പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ആ കണ്ടീഷനാണ് നമ്മൾ പാരലൽ റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൽ ടാങ്ക് സർക്യൂട്ടും കൂടെ മെൻഷൻ ചെയ്യണം. എനർജി സ്റ്റോർ ചെയ്യും. ഓക്കെ, ആ കപ്പാസിറ്റർ അപ്പോൾ അതിനെയാണ് നമ്മൾ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇത്രയാണ് ഇതിനകത്തുള്ള ടോപ്പിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.